ചൂടാക്കാതെ കിണറ്റിന്റെ വെള്ളം കുടിക്കുന്നത് ഖൈറാൻ. കിണറ്റിന്റെ വെള്ളത്തിന് പ്രത്യേകം മഹത്വമുണ്ട്, മണ്ണിന് മഹത്വമുണ്ട്. ഓരോന്നിനും അതാതിൻ്റെതായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പിടാതെ മണ്ണിലൂടെ നടന്നത് തിബിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണിലൂടെ എങ്ങനെ നടന്നു? മക്കളൊക്കെ മണ്ണിൽ കളിക്കണം അല്ലെ? നമ്മളെ മക്കളെല്ലാം മണ്ണിൽ കളിക്കുന്നില്ല, എല്ലാരും മൊബൈല്, റീൽസ്, യൂട്യൂബ് എല്ലാം. മക്കൾക്ക് വായി തുറക്കുന്നതിന് ഉമ്മ ഉപ്പ എന്ന് വിളിക്കുന്നതിന് പിന്നെ ഇതിന്റെ ലോക്ക് എടുക്കാൻ അറിയാ, യൂട്യൂബ് എവിടെയെന്നറിയാ, ഗെയിം ഡൗൺലോഡ് ആക്കാൻ അറിയാ, പിസ്തൂൾ വെക്കാൻ അറിയാ. 3 വയസ്സിന്റെ മോനാണ് ഉമ്മാട് പറയുന്നത്, ജാസ്തി മുന്നിക്ക് പിസ്തൂൾ വെക്കുവാൻ കുടിച്ചിട്ട് ഓന് പിസ്തൂൾ കെട്ടിങ്ങോ വെക്കാതെ വിടുക. അല്ലാഹു കാക്കട്ടെ. മക്കൾ മണ്ണിൽ കളിക്കണം, നമ്മൾ മണ്ണിൽ ചവിട്ടണം. മണ്ണും മനുഷ്യരും ഈ മണ്ണ് വലിയ മനുഷ്യന്റെ ബ്രെയിനുമായി ഇന്ന് ട്രീറ്റ്മെന്റ് ഉണ്ട്. മണ്ണിലിട്ട് കുഴച്ചു മൂടുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, ചികിത്സയുണ്ട്. ഒരു നാട്ട മണ്ണ് കുഴച്ചിട്ട് ചികിത്സിക്കണം 25,000 റുപ്യ. ഒരാള് മണ്ണ് ചേർലല്ല കിടക്കുക 25,000 റുപ്യ. കണ്ടത്തിൽ പോയിട്ട് പഠിച്ചിട്ടല്ലേ? കെസറിനല്ലി 1 ദിന, മൊസറിനല്ലി 1 ദിന, എങ്ങനെ വേണമെങ്കിൽ വായിക്കോളി. നിസ്കാരം കളാക്കിയിട്ട് കെസറിലൊന്നും പോണ്ട. കളിയും കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെയാകണം. ക്രിക്കറ്റ് ടൂർണമെന്റുകള്, കളികളിൽ നിന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ സംഘടനകള്, ഗൾഫ് രാജ്യങ്ങളിലെ സഹോദരങ്ങള്, നാട്ടിൽ നന്മയുടെ വാക്കാക്കളിൽ നിന്ന് കളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് കളി നടത്തുകയാണ്, പണം ചെലവഴിക്കുകയാണ്. അതുപോലെ അതിനുവേണ്ടി ധാരാളം ലക്ഷങ്ങൾ മുടക്കിയിട്ട് അഭിമാനമായി വിജയവും പരാജയവും കൊണ്ടു നടക്കുമ്പോ ഹറാമാണ്, ഹറാമാ ഹലാല. നിങ്ങളുടെ ഓരോ ജമാഅത്തിലെയും ഉസ്താദുമാരോട് ചോദിച്ചിട്ട്, ആലിമാരോട് ചോദിച്ചിട്ട്, മുത്തുമുഅ്മിനീങ്ങളെ, റമളാനിൽ പള്ളിയിലുള്ള ചെറുപ്പക്കാർ, ഇമാമു ജമാഅത്തിന് വരുന്ന ചെറുപ്പക്കാർ, ദീനീ ബോധമുള്ള മക്കള് ഇന്ന് കളിയുടെ പിന്നാലെ. അതെല്ലാം കോമൺ അല്ലേ? കളി ഹറാമാ. ഇതെന്ത് ഉസ്താദിന്റെ പുതിയ ഫത്വയോ പഴയ ഫത്വയോ? നിങ്ങളുടെ മഹല്ലിലെ ഉസ്താദിനോട്, നിങ്ങളുടെ കാലിമാരോട് ചോദിച്ചിട്ടായിരിക്കണേ നിങ്ങളുടെ കളികളെല്ലാം. വളരെ ശ്രദ്ധയോടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ നമുക്ക് തന്ന സമ്പത്തും അവൻ നമുക്ക് തന്ന ആരോഗ്യവും എന്തിന് ചെലവഴിക്കാനുള്ളതാണ്. ഫലസ്തീനി മക്കളുടെ ദാരുണാവസ്ഥകൾ കണ്ടിട്ട് ലോകത്തെമ്പാടും പലയിടങ്ങളിൽ കുടിക്കാൻ വെള്ളമില്ലാതെ, തിന്നാൻ ഫുഡില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുമ്പോ കളിക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ, കളി നടത്തുന്നവർ, അതിന് പണം കൊടുക്കുന്നവർ, അതിന് പണം പിരിക്കുന്നവർ, അത് ടീം മാനേജർ ആകുന്നവർ, ടീമുകൾ ഏറ്റെടുക്കുന്നവർ, അതിന് ലക്ഷങ്ങൾ മുടക്കുന്നവരെല്ലാം ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ട ഒരു ദിവസം വരാനുണ്ട്. അന്നാരെ പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പൊരുത്തമേതിയുണ്ടോ? അത് വതആബനു അലൽ ബിർരി വത്തഖ്വാ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയോട് സഹകരിക്കുക, ദീനിനോട് സഹകരിക്കുക, പാവങ്ങളോട് സഹകരിക്കുക, നന്മ ചെയ്യുക, മുതഅല്ലിമീങ്ങളെ സഹായിക്കുക. സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു രാത്രിയതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വീട്ടിലേക്ക് ആളുകളെ പറഞ്ഞേക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് പെട്ടെന്ന് വീട്ടിൽ പോയി കിട്ടിയ ഹബീബിന് സന്തോഷമാകുമല്ലോ. 84 ആളുകളെ രാത്രി ഭക്ഷണത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് അവർ ചെലവഴിച്ചത്. എങ്ങനെ? ഇത് ഒരു മുതഅല്ലിമിന, ഒരു ഉസ്താദിന ചോറ ചായ നമുക്ക് പ്രയാസാണ്, നമുക്കതിൽ താല്പര്യമില്ല. കൊടുക്കണം. നല്ലവർ നമ്മുടെ ഭക്ഷണം കഴിക്കണം, നല്ലവർ നമ്മുടെ ആഹാരം കഴിക്കണം. അത് വലിയ ബറക്കത്താണ്. നിങ്ങൾ മുതഅല്ലിമീങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, ഉസ്താദന്മാർക്ക് മനോഹരമായ ഭക്ഷണം, അതൊക്കെ കൊടുക്കുമ്പോ അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. അല്ലാഹു നമുക്കെല്ലാം സുഖലോക സ്വർഗം നൽകട്ടെ. നിങ്ങളുടെ ഭക്ഷണം കഴിച്ചവരാരെങ്കിലും സ്വർഗത്തിൽ പോയാ അല്ലാഹു അവർക്ക് റെക്കമെൻഡ് ശഫാഅത്തിനുള്ള അവസരം തന്നാൽ, അവർ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരൊക്കെ എന്റെ കൂടെ വേണമെന്ന് പറഞ്ഞാൽ അതിലൂടെ സ്വർഗത്തിലെത്താൻ കഴിയുമല്ലോ. നന്മക്ക് വേണ്ടി ചെലവഴിക്കുക. ഒരൊറ്റ രാത്രിയിൽ 84 ആളുകളെ ഭക്ഷണത്തിന് കൊണ്ടുപോകാൻ കാണിച്ച മനസ്സ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. ഏത് അമലാണ്? ഒരു അമലും ചെറുതല്ല, എല്ലാ അമലും നമ്മൾ ചെയ്യണം. ചില ആൾ തുടങ്ങുന്നു, ഭാര്യ ജോറിന് തുടങ്ങുന്നു, റമളാനാകുമ്പോ തുടങ്ങുന്നു. ഇപ്പൊ കത്തെടുത്തിട്ട് മുസാഫ് എടുത്തിട്ട് ഓതലും തറാവീഹ് ഉസ്താദ് വരുന്ന
മിന്നോ വന്നിട്ടായി തറാവീക്കല ഉസ്താദിന് എന്നെ ഷോക്കായി. യാ റബ്ബി, ഈ നാട്ടിൽ ഇത്ര നല്ല ബാലക്കാരും നാളെ കൈമോന്റെ അഡ്രസ്സേ ഇല്ല. പിന്നെ 17 ബദ്രീങ്ങൾ ആണ്ടിന് കണ്ടിന്, പിന്നെ 27 കണ്ടിന്, പിന്നെ പെരുന്നാനത്തെ ഫസ്റ്റ് തപ്പലുണ്ടായി അല്ലേ. അങ്ങനെയാ അവരിത്. ചില ആളങ്ങനെ സ്വലാത്തിന്റെ ഭയന്നെല്ലാം കേട്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലി തുടങ്ങും. ചൊല്ലിട്ട് 10 ദിവസം നിർത്തും. അങ്ങനെയല്ല, കുറച്ചാണെങ്കിലും ശരി എപ്പോഴും ദായിമയായിട്ടങ്ങ് ചെയ്യുക. നല്ല നല്ല അമലുകൾ നല്ല ക്ഷമയോടെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാം ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ നിസ്കാരത്തിൽ എങ്ങനെ ചെല്ലുന്നുണ്ടല്ലോ, നിസ്കാരത്തിൽ ഒക്കെ ചെല്ലുമ്പോ അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാനും നിങ്ങൾ നിസ്കരിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാകുക. നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ റബ്ബിന് വേണ്ടിയാണ്. ഉസ്താദന്മാരായി സേവനം ചെയ്യുന്നത് പഠിച്ചോന്റെ പൊരുത്തത്തിനാണ്. കമ്മിറ്റി ഭാരവാഹികളായത് അള്ളാന്റെ പൊരുത്തത്തിനാണ്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പിടിവലികളും, കമ്മിറ്റിയിൽ കൂടാൻ, പ്രസിഡന്റാകാൻ, നേതാവാകാൻ, ലീഡറാകാൻ, ഇതിനു വേണ്ടിയൊക്കെ ഗൂഢമായ തന്ത്രങ്ങളും മന്ത്രങ്ങളും പലതും തിന്മകളും എല്ലാം കാഴ്ചവെച്ചുകൊണ്ട് ഇന്ന് ആളുകളൊക്കെ ഈ പള്ളിയുടെ പ്രസിഡന്റ്, അതുപോലെ സെക്രട്ടറി, കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ വലിയ ഉന്നതമായ എന്തോ സ്ഥാനമാനങ്ങൾ കൈവരിച്ചു എന്നുള്ള ഒരഹങ്കാരത്തിന്റെ ചിലളെല്ലാം മുണ്ടുമ്പോ എന്റെ കുർത്തുണ്ടാന്ന് കേൾക്കുന്നെ ഈ സ്ഥാനം പറയാനാണ്. ഇവിടെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലാഹു ബറക്കത്താക്കട്ടെ. സ്ഥാനമാനങ്ങൾ അലങ്കാരങ്ങളല്ല, അത് ഹിസാബിനാണ്, അത് ചോദ്യം ചെയ്യാനുള്ളതാണ്. നാളെ മഹ്ശറിൽ കാലങ്ങളോളം കെട്ടി നിൽക്കേണ്ടവരാണ് സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്ത ആരാണെങ്കിലും. അതിനെല്ലാം റബ്ബിന്റെ മുന്നിൽ ഹിസാബുണ്ട്. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, ക്ഷമയോടുകൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ധാരാളം നന്മകൾ ചെയ്യുക, നല്ലോണം സബറെടുക്കുക. ക്ഷമ ജീവിതത്തിന്റെ വലിയ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ മാർഗമാണ് സബർ. ഭാര്യമാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും, ഭർത്താക്കന്മാരുടെ സ്വഭാവം ശരിയല്ലാത്തവരുണ്ടാകും, വീട്ടിലുള്ള വയസ്സന്മാർ പലതും പറയുന്നുണ്ട്. സബർ എല്ലാത്തിനും ഒരേ ഒരു മാർഗമുള്ളൂ. ക്ഷമിച്ചവരാളും തോറ്റുപോയിട്ടില്ല. സബറിന്റെ ഒരാളും ബേജാറാവണ്ടി വന്നിട്ടില്ല. സബറെടുക്ക, എത്ര സബറെടുത്തോ അത്രയും നിന്നെ അള്ളാഹു അവനിലേക്ക്, അവന്റെ സ്ഥാനമാനങ്ങളിലേക്ക്, സുഖലോക സ്വർഗ കൊട്ടാരത്തിലേക്ക് റബ്ബി നിന്നെ തയ്യാറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കണം, ധാരാളം ക്ഷമിക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ലൊരു ആബിദായ ഇബാദത്ത് എടുക്കുന്ന മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്, രോഗമാണ്, പ്രശ്നമാണ്. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കുകയാണ്, റബ്ബേ, ഇയാൾ ഇത്ര നല്ല മനുഷ്യനല്ലോ, എന്നിട്ട് ഇയാൾക്കെന്തേ ഇങ്ങനെ ബുദ്ധിമുട്ട്? അങ്ങനല്ലേ ചില ആള് നല്ല മനുഷ്യന്മാർ പെട്ടെന്ന് മരിക്കും. അപ്പൊ ചില ആള് പറയും, നല്ല ആക്കോനേ തീരാ, നല്ലേക്കിങ് വേഗം മരിച്ചു കൊണ്ടാറ്. മരിച്ചു പോയിട്ട് നരകത്തിലേക്കല്ല സ്വർഗത്തിലേക്കല്ല പോന്നെ. നല്ലൊരാള് മരിച്ചപ്പോ ഒരാള് പറയുന്നു, എന്തെങ്കിലും ആരെങ്കിലും സാപ്പിരിക്കണോ, ഇല്ലെങ്കിൽ അങ്ങനെ മരിക്കലോ, നല്ല മനസ്സാണ്. നല്ല മനുഷ്യന്മാർക്ക് മരിക്കാൻ പാടില്ലേ? നല്ല മനുഷ്യൻ വേഗം മരിക്കുന്നത് നല്ലവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. നല്ല തക്കുള്ള മനുഷ്യൻ പെട്ടെന്ന് മരിക്കുന്നത് അവനക്ക് നല്ലതാണ്, ഖൈറാണ്. അതൊന്നും ശാപമല്ല, മോശമല്ല. ഏതുമാകട്ടെ, രോഗിയായ ബുദ്ധിമുട്ടുന്ന ആളെ അതൊക്കെ കാണുമ്പോ അല്ലെ, നമ്മളിങ്ങനെ ആൾക്കാരോട് അങ്ങനെ നമ്മളിങ്ങനെ ആൾക്കാരോട് ചോദിക്കും, എന്നുണ്ടൊക്കെ അത് ക്യാൻസറാ, അത് വന്നെങ്കിൽ പോയമേ തീനുമേ ഇനെന്താവില്ല, രണ്ടബ്ബ തന്റെ ബോബ അങ്ങനെ അത് 3 തിങ്കൾ ഓനി ഉള്ള സമാധാനം പോയി. ഇത് 3 തിങ്കൾ അല്ലെ ടെസ്റ്റ് ആക്കിയതാ, ഇത് ഇസിജിയിൽ സമാക്കിട്ടില്ല, ഇതെല്ലാം അതാക്കണം, ഇതാ ഓനി ഒട്രാസിൽ പാതി ബ്ലോക്കുണ്ട്, ഏത് ഫുള്ളായി ഓതി ബിസിയല്ലേ കേട്ടിട്ട് അല്ലെ. പിന്നെ ഒരാള് കരഞ്ഞിട്ട് വന്ന് ഷുഗർ ഉള്ളത് വേരക്കണം, കേട്ടാ നീ കരുതെന്തിന് അല്ല, വേറെ ഷുഗർ വന്നെങ്കിൽ എല്ലാം പോന്നു, കിഡ്നി പോന്നു, അങ്ങനെ പോന്നെ കൂടെ മനുഷ്യന്മാർ ഇത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഈ ചിലർക്ക് അങ്ങനെ ഉണ്ട്. ഈ ആൾക്കാരെ പറഞ്ഞിട്ട് ബേജാറാക്കി ഓഞ്ഞൊരു കോസി, വേറെ തന്നെ ബേജാറായ ഓഞ്ഞൊരു കോസി, പിന്നെ തന്റെ ഗാഡി താണ്ടി ഓഞ്ഞു കോസി, ഒരു മനസ്സമാധാനം ഒക്കെ കണ്ടിന. കുറെ പൈസ തീർന്നില്ല, ഇല്ല എല്ലാം ഫ്രീ ആയിരുന്നില്ല. ആര് കേട്ടെ പൈസ കുത്തിരി പൊടിയായ ഗാഡി തീരാതിരിക്കുന്ന ആയങ്ങോന് തീർന്നെന്ന് ചിലപ്പോ ഒരു മനസ്സിൽ ഒരു കോസി, ആയങ്ങോ മുമ്പിൽ ആളായ ഉണ്ടായി അല്ലേ.
പെണ്ണുങ്ങൾക്കെല്ലാം നല്ല പച്ച ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നല്ല ചെരുപ്പെല്ലാം ഇട്ടിട്ട് 40-50 പോണ്ട മാല പൊന്ന് കയ്യിൽ കിളി 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 ആയിക്കൊണ്ട് ഉഷാറിൽ എല്ലാവരും ഭാര്യ ചന്തത്തിന്റെ പെണ്ണ് ജാറിട്ട് പൊട്ടല്ല വീണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ബേജാറ് ഭാര്യ കൊസിയാവും വന്നപ്പോ ഞാൻ വിചാരിച്ചിനെ അവള് ആൾക്കാർ അവള് നടക്കുമ്പോഴൊക്കെ നിരിച്ചിനെ അവള് ബൂളു ബൂളു പിന്നെ നിങ്ങൾ അങ്ങനെ വിചാരിച്ചതിന് ബൂളാതിരിക്കുന്ന അതൊരു ബൂളുമ്പോ ഒരു കൊസി ബാക്കിയുള്ളവർക്ക് ഇട്ട പെണ്ണുങ്ങല്ല നല്ല മനുഷ്യന്മാർ ഞമ്മക്കാണ് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും വേറൊരാൾ തോക്കുന്നത് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെയല്ല നീ മുഅ്മിനാകണോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? മാ തുഹിബ്ബുലി നഫ്സിക്, നിനക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ട് അത് എല്ലാവർക്കും നീ ഇഷ്ടപ്പെടണേ. നിനക്ക് നല്ല വീട്, നല്ല നല്ല കാറ്, ബംഗാറ്, ഇതെല്ലാം നീ ആഗ്രഹില്ലേ? എല്ലാവർക്കും ഇത് കിട്ടണമെന്ന് നീ ആശ വെച്ചാ നീയാണ് നല്ല മുഅ്മിന്, നല്ല മുസ്ലിം. നിനക്കാണ് സ്വർഗം. എല്ലാരും വിജയിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സ് നീ നന്നാക്കണം. ആൾക്കാർക്കെല്ലാം സപ്പോർട്ട് ചെയ്യും, നമ്മൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം. അദ്ദീനു വന്നസീഹ, നമ്മൾ നസീഹത്ത്, എല്ലാവർക്കും നന്മയുടെ ഉപദേശം, ആളുകളെല്ലാരും വിജയിക്കാനുള്ള പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ നമ്മളോട് ഒരാളൊന്ന് കേട്ടെങ്കിൽ നമ്മ അപ്പ പറയൂ അല്ലെ, അതാരാണെങ്കിലും മങ്ങലെടുക്കട്ടാനൊക്കെ മങ്ങല ഇത്ര വേഗം ആയിട്ടില്ല. അങ്ങനെ ആവരുത് സമയം. ആൺമക്കളെയും പെൺമക്കളുടെയും കല്യാണ പ്രായമെത്തുമ്പോ ഉമ്മയും ഉപ്പയും സപ്പോർട്ട് ചെയ്യണം. ആൺമക്കളെ മങ്ങലാകുമ്പോ ഉപ്പ പറയൂ നയിച്ചിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് അല്ലെ, ജോബായിട്ട് ബിസിനസ് ആയിട്ട് കടത്തിയിട്ടിട്ട് അപ്പൊ പിന്നെ കബറിലേക്ക് ലാസ്റ്റ് സീര ഇതെല്ലാം പിന്നെ മങ്ങലാകുന്നു. പെണ്ണുമക്കൾക്ക് 15 വയസ്സാകുമ്പോഴേ തുടങ്ങി. ഇപ്പൊ ഞമ്മ തുടങ്ങണ്ട 8, 8, 9 വയസ്സാകുമ്പോ ഓരോ തുടങ്ങുന്നു. 8ാം ക്ലാസ്സിന്റെ പെണ്ണ് ചെല്ലല നക്കൊണ്ട് സെറ്റാക്കി തന്നിട്ടില്ലെങ്കിൽ പിന്നാലെ കുടിച്ചിട്ട് ചാവുക, മരിക്കുക, സൂസൈഡ് ആക്കുക. 8ാം ക്ലാസ്. അല്ലാഹു ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ. മുഅ്മിനീങ്ങളെ, രോഗിയായ മനുഷ്യൻ, ബുദ്ധിമുട്ടുന്ന മനുഷ്യനെ മൂസാ നബി അലൈഹിസ്സലാം കണ്ടപ്പോ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബേ നല്ലൊരു ആബിദായ മനുഷ്യനാ, ഇദ്ദേഹത്തിന് ഇത്രയും വലിയ ബേജാറ്, ബുദ്ധിമുട്ട്, നൊമ്പലം എന്തുകൊണ്ടാണ്? ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് പറയാണ്, മൂസാ അയാള് നല്ല മനുഷ്യനാണ്, അയാൾ എന്നോട് സുഖലോക സ്വർഗത്തിലെ സുഖാഡംബരങ്ങളിലെ ഉന്നതമായ സ്ഥാനങ്ങൾ ചോദിക്കുകയാണ്. അയാൾക്ക് അത്രയും വലിയ സ്വർഗ കൊട്ടാരത്തിലെ സുഖമായ സന്തോഷകരമായ അവസ്ഥകൾ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ അമല് മതിയാകുന്നില്ല. പക്ഷെ അയാൾ എന്നോട് ചോദിച്ചതല്ലേ അത്രയും വലിയ സ്വർഗ സുഖാഡംബരത്തിലെ കൊട്ടാരം, എനിക്ക് എങ്ങനെ കൊടുക്കാതിരിക്കാൻ കഴിയും? അയാൾക്ക് സ്വർഗത്തിലെ സുഖാഡംബരത്തിലെ കൊട്ടാരം കൊടുക്കാൻ ഞാൻ അദ്ദേഹത്തിന് താൽക്കാലികമായി ഒരു ചെറിയ പരീക്ഷണം കൊടുത്തതാണ്. ഇതിലയാൾ മരിക്കുന്നു. മരിച്ച് സ്വർഗത്തിലേക്ക് അദ്ദേഹത്തിന് വലിയ ആഡംബരത്തോടെ സ്വർഗ കൊട്ടാരത്തിൽ അദ്ദേഹം ചോദിച്ചത് എന്താണോ അത് ഞാൻ കൊടുക്കാൻ പോകുന്നു. മൂസാ വന്ന എല്ലാ വേദനകളിലും കൂലിയുണ്ട്, എല്ലാ ബേജാറിനും കൂലിയുണ്ട്. ബേജാറ് മനസ്സിൽ വെക്കണ്ട, ഒരു ബേജാറും എന്തിനാണ് മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് ബേജാറും ടെൻഷനും സ്ട്രെസ്സും ഇതെല്ലാം ആയിട്ട് ബേജാറ് പിടിച്ചിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് മാനസിക രോഗത്തിനാണ്. മാനസികം എന്നെല്ലാം പറയാൻ നമുക്കറിയില്ല. ഇപ്പൊ ആർക്കും മാനസികം ആർക്കും അറിയാത്ത കാലാണ് അല്ലെ. ഒറ്റക്ക് ചിരിച്ചുകൊണ്ട് പോന്നെ, ഒറ്റക്ക് മുണ്ടിക്കൊണ്ട് പോന്നെ അല്ലെ. വർക്കിലുമുണ്ടെന്നല്ല ഇത് മറ്റേ മൊബൈലിൽ ബ്ലൂടൂത്ത് ഉണ്ട്, ഇതാരും എല്ലാവരും കേൾക്കുന്ന വർക്കിലുമുണ്ടെന്ന്. വർക്കിലും ഉണർവിലും എല്ലാം ഒട്രാസിയായിട്ട് പോയി. പള്ളിക്ക് വരുന്നവനും അങ്ങനെ അന്തജിക്ക് ഏർക്ക് പോലെ എന്തെന്നല്ല സീത പോലെ മൊബൈൽ ഒത്തിയുണ്ട്. ചിലപ്പോ ചെങ്ങന്റെ കുണ്ടിലേക്ക് പോയിട്ട് വീണങ്കായി നഷ്ടു പോയി. ചെല്ലുന്നതും അങ്ങനെ ഒരു ബാത്റൂമിലേക്ക് വരുന്ന കയറുമ്പോ അപ്പുറത്തെ ശല്യമുണ്ട്. പിന്നെ വിളി ഞാൻ ട്രാഫിക്കിലുള്ള ഇവിടെ അപ്പുറത്തെ കക്കൂസിലുണ്ടോ എങ്ങനെ ഇങ്ങനെ എന്ത് ചെല്ലുന്ന എന്താക്കുന്നതായിട്ടുണ്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഒട്രാസി ആയോണ്ട് പോയോണ്ട് ഇങ്ങനെ ഒട്രാസി പോന്ന ഔത്തൽ അന്തജിക്ക് പോകുന്ന ഏത് ടോയ്ലറ്റ് ഏത് റൂം എന്നുള്ള എല്ലാവർക്കും ഒരു അന്തജന്തില്ല. പള്ളിയിലുള്ള ഒട്രാസി ചിലപ്പോ പോയിട്ട് എത്തി നോക്കുമ്പോ ദർഗെത്തിട്ടുണ്ടാവും ലാസ്റ്റ് പോയിട്ട് അല്ലെ. പണ്ടല്ല വർക്കിൽ, പണ്ടല്ല ഇപ്പതൊന്നില്ല. പണ്ട് വർക്കിൽ നടക്കുന്ന വർക്കിൽ ഇടുന്നല്ല അപ്പുറത്തല്ല വർക്കിൽ പെഞ്ഞായിട്ട് അർസയിൽ ജാവും പൊബിട്ടിട്ട് 6 ഇട്ട് വളമ സുണ്ടുക്കൽ അടിച്ചോണ്ടായി വണ്ടല്ല. ഇപ്പടിച്ചെങ്കിൽ 6 ഡബിൾ 6 ഇട്ടിട്ട് നമ്മളെ പുറത്തിടും. അള്ളാഹു കാകട്ടെ. അള്ളാഹുവിനെ ഖൈർ നൽകണേ അല്ലാഹ്. ഈ മനുഷ്യനല്ലാട് സ്വർഗീയ സുഖാഡംബരത്തിലെ കൊട്ടാരം ചോദിച്ചപ്പോ അള്ളാഹു അദ്ദേഹത്തിന് വലനബുലുവന്നകും
ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. റബ്ബിന്റെ പരീക്ഷണം അല്ലാഹു കൊടുക്കുന്നു ആർക്കാണ്? അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ. നല്ല നല്ല ആളുകൾക്ക് അല്ലാഹു പരീക്ഷണം കൊടുക്കും. കുടുംബത്തിൽ ചില ആള് മരിക്കും, ചിലയുടെ കച്ചവടം പൊട്ടിപ്പാളീസാകും, ചിലയുടെ ആരോഗ്യം നശിച്ച് രോഗിയാകും, ബുദ്ധിമുട്ടിലാകും. ഇത് ഏത് പരീക്ഷണമാണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പരീക്ഷണത്തിന് പ്രതിഫലമായ സ്വർഗമുണ്ട്. ജയിലിൽ കടന്നതിന് സ്വർഗമുണ്ട്. ആളുകൾ ചീത്ത വിളിച്ച് കളിയാക്കി ചിരിച്ചപ്പോ ക്ഷമിച്ചതിന് സ്വർഗമുണ്ട്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മക്കളെ കെട്ടിക്കാൻ ഓടിച്ചാടി നടന്ന സ്വർഗമുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ജോലിയെടുത്ത് അധ്വാനിച്ച് കൊണ്ടുപോയി സ്വർഗമുണ്ട്. ഭാര്യയെ സ്നേഹിച്ചു, ഉമ്മാനെ സ്നേഹിച്ചു, ഉപ്പാനെ സ്നേഹിച്ചു, വേണ്ടപ്പെട്ടവരെ സ്നേഹിച്ചു, സ്വർഗമുണ്ട്. ഇതെല്ലാം സ്വർഗമുണ്ട്. ഫിത്നയില്ലാതെ, ഫസാദില്ലാതെ. തിൽക്കദ്ദാറുൽ ആഖിറ തജലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഫിത്ന ഉണ്ടാകരുത്. ഫിത്ന ഫിത്ന എന്നുള്ളത് വലിയ സംഭവമാണ്. അൽ ഫിത്നത്തു നായിമ ലഅനല്ലാഹു മൻ ഐഖലാ. ആരാണ് ഫിത്ന വിളിച്ചുണർത്തിയത്? ഫിത്ന ഉറങ്ങുകയാണ്. ആരാണ് ഫിത്ന തുടങ്ങുന്നത്? കുടുംബത്തിലോ, ജമാഅത്തിലോ, നാട്ടിലോ, പള്ളിയിലോ, അവിടെയോ ഇവിടെയോ ആരാണ് ഫിത്ന തുടങ്ങുന്നത്? അവനെ അല്ലാഹു ശപിക്കുന്നുണ്ട്, അല്ലാഹു ശപിച്ചിട്ടുണ്ട്. ഫിത്ന ഉണ്ടാകരുത്, ഫസാദ് ഉണ്ടാക്കരുത്, കല്യാണം മുടക്കരുത്, കച്ചവടം മുടക്കരുത്. അല്ലേ? ജാഗന്റെ കച്ചവടം ഒരുത്തനാക്കിയിട്ടായില്ലെങ്കിൽ ഓമില് ചൊന്നാണ്ട് നാക്കണ്ട ദോഷമുണ്ട്. ദോശല്ല കൽത്തപ്പുള്ള ഓനെ കൊണ്ടായില്ലെങ്കിൽ അങ്ങനെയാക്കുക. കല്യാണം മുടക്കുക, കച്ചവടം മുടക്കുക, സിഹിർ വെക്കുക, മാട്ടം വെക്കുക, ആളുകളെ ഉപദ്രവിക്കുക, ആളുകളെ കിടകേറാക്കുക, അവരുദ്ദേശിച്ചത് നടക്കാൻ ഭസ്മം കൊടുത്തിട്ട് വിതറുക. ഇങ്ങനെ പല ജാതി ഇടങ്ങേറുകളാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ സൂക്ഷിക്കേണ്ടതാണ്. സിഹിർ തിരിച്ചടിക്കുന്നു. നിനക്കോ നിന്റെ കുടുംബ പാരമ്പര്യത്തിലോ നീ ഏത് മന്ത്രവാദിയെ സമീപിച്ചിട്ട് നീ എന്ത് താൽക്കാലിക പരിഹാരം നിനക്ക് ആശ്വാസമായി കിട്ടിയാ പോലും അത് നിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. മരിക്കുന്ന നേരത്ത് ഷഹാദത്ത് കലിമ ചൊല്ലാതെ മരിക്കാൻ ഈ ശൈത്താൻ നിന്നെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് സിഹറുമായി ബന്ധപ്പെടരുത്, മാട്ടമന്ത്രങ്ങളുമായി ഇടപെടരുത്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അല്ലെ 10:11 മണിയാന്ന് പറഞ്ഞത്, 1.5 മണിക്കൂറും കൂടിയുണ്ട്. അല്ലാഹുവേ നീ ഖൈർ നൽകണമല്ലാ. സിഹിർ കണ്ണീർ അല്ലൈനു ഹഖ്ഖുൻ, കണ്ണീർ ഹഖ്ഖാണ്, കണ്ണീർ ഹഖ്ഖാണ്. കണ്ണുകൊള്ളും. കണ്ണ് കൊള്ളിക്കൽ നല്ല വിഷയമല്ല. ചില ആള് ഈ കണ്ണ് കൊള്ളുന്നു എന്ന് അറിഞ്ഞെങ്കിൽ ഒരു വലിയ ആളാണ്. ഓമലെ തങ്ങ കറാമത്ത് വെച്ച് കണ്ണ് കൊള്ളിക്കുന്ന ഓമലെ ലാനത്താക്കപ്പെട്ടവനാണോ ഈ കണ്ണ് കൊള്ളിക്കുന്ന ആള്? ചില പെണ്ണുങ്ങൾക്കെല്ലാം അങ്ങനെയുണ്ട്. ചില മക്കളെല്ലാം കാണുമ്പോൾ കിടാവ് 1.5 വർഷമായിട്ടാ ഓക്കറിയും മുഞ്ഞാന്ന് പെറ്റത്തര 3-4 മാസം ആയത്തര കിടാവ് തെല്ല് തോറയില്ലേ അല്ലേ? എന്തേക്ക് ഒന്ന് ചെല്ലണോ? ചെറുക്ക് പുതിയാമ്പള നല്ല ഉണ്ട്. പെണ്ണിന്റെ കണ്ണ് തെല്ലു കോസു. ഈമാക്ക് നടക്കൊരു കണ്ണ് കാണുന്നില്ല. പുള്ളി കൈ പിടിച്ചോണ്ട് പോന്നെ പുതിയ പെണ്ണിന്റെ കോസ് കാണുന്നു. ഈമ എങ്ങനത്തെല്ലാം നോക്കുന്നു. അയിമ മാത്രമല്ല അയാളും അങ്ങനെ, ആണുങ്ങളും അങ്ങനെ, പെണ്ണുങ്ങളും അങ്ങനെ. ഇപ്പൊ വൺ സൈഡ് ഭാര്യ കഷ്ടം. കുറ്റവും കുറവും കാണുക, ഫിത്ന ഫസാദ് ഉണ്ടാക്കുക. പുതിയ പെണ്ണല്ല കണ്ണി ബംഗാറല്ല നിന്റേതേമ അല്ല മുത്തല്ലതുണ്ട ജോയിന്റ് അല്ലേ? ഇപ്പൊ ബംഗാറ മുണ്ടെങ്കിൽ അപ്പ കിട്ടുന്നു മുസുണ്ടുക്ക് ബംഗാർ. ഇന്ന് നീല് കണ്ട് കളവാൻ നേരെന്നറിയല 10 ഗ്രാമിന്റെ മാല പാരിവള ഇട്ടോണ്ട് വാങ്ങിയല്ല. അപ്പൊ എന്ത് പാരിവളാക്കി എന്തോ അല്ലെ? പാരിവള കണ്ടിനി കളവാൻ നേരം നൽകി കണ്ടല്ല വിശ്വസിക്കാൻ കഴിയല്ല. ആൾക്കാരെല്ലാം കാത്തോണ്ട് ഈ പാരിവള എപ്പയില് താഴെ പാരിവള ഇടുന്നേയില്ല. പാരിവളക്കാൻ പൊന്നിന് വില ഉണ്ട് ഇപ്പൊ അല്ലെ? പൊട്ടിച്ചോണ്ട് ഇപ്പൊ പാഞ്ഞിട്ടു ട്രെയിന് പൊട്ടിച്ചിട്ട് പാഞ്ഞു വരുത്താം. പാഞ്ഞിട്ട് ട്രെയിന് തുള്ളിട്ട് ഹോസ്പിറ്റലിൽ 20,000 രൂപ ബില്ലായി. ഈന് കിട്ടിയത് 200 രൂപ. ഇത് വേണ്ട 1 ഗ്രാം. ഏത് അപ്പൊ പെണ്ണുങ്ങളെ പോകുമ്പോ 1 ഗ്രാമെല്ലാം ഇട്ടോണ്ട് പോയി. ബംഗാറിലുണ്ടെങ്കിൽ ഉടങ്ങി നല്ല ജാഗ്രതയിൽ വെച്ചോളി. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ആണെങ്കിൽ കേട്ടെങ്കിൽ വിക്കുവല്ല കൊടുക്കണ്ട. ബംഗാർ തന്നെ ബാക്കി എന്താണ് ബാക്കി പിന്നെ പഞ്ചായത്തികല്ല പിന്നെ ബംഗാർ തുറകാവില്ല. ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ മക്കളെ ബാൽവാട്ട ഗാംഗോ
എത്ര ഇഷ്ടാന്ന് കേട്ടെങ്കിൽ ഇതിനിടക്ക് ഒരാൾ ചെല്ലി മോളെ വാൽവാട്ടൊക്കെ ബംഗാറ് കേട്ടപ്പോ ഉമ്മ ചെല്ലിയല്ല ബംഗാറ് വേണമെങ്കിൽ തറ മങ്ങലത്തതാ വേണ്ടല്ലേ നണ്ട മങ്ങല ബംഗാറ് ഇട്ടിട്ട് മോൾക്ക് നിങ്ങൾ മങ്ങൽ ആക്കാണ്ട് പോകുന്ന അപ്പൊ ഞാൻ അങ്ങനത്തെ ഉമ്മ ഉണ്ടാന്ന് ഹക്കാണ് ഇത് കള അത്ര ഇഷ്ടമാണ് ചില ബംഗാറ് നില ചെല്ലി അല്ലേ പണ്ട് ഞമ്മ പെണ്ണുങ്ങ ചെല്ലിനെ കേട്ടിനെങ്കിൽ ജയിക്കട്ടിന്ന് ഞാൻ ഒരാൾ മൊബൈലിൽ എഴുതിയിട്ടുണ്ടായി പോളി ചൊല്ലിക്കൊണ്ടല്ല ബംഗാറ് തറും ബംഗാറ് തറും ബംഗാറ് തറും അങ്ങ് അന്ന് ബംഗാറ് എടുത്തു കൊടുത്തിനെങ്കിൽ ഇന്ന് ഞമ്മ ബംഗാറ് പോലെ ഇരിക്കട്ടെ അന്ന് ഞമ്മ ചെല്ലിനെ കേട്ടിട്ടില്ല എന്നാകും ചാൻസ് ഉണ്ട് അല്ലേ അള്ളാഹ്ക്കറിയും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എടുത്തു വെക്കണ്ടാവാ ഉള്ളവർ മാത്രം എടുക്കി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ അങ്ങനെ എല്ലാ കാര്യപരിപാടികളിലും നന്മയുടെ വാക്താക്കളായി എല്ലാത്തിലും ഖൈറിന്റെ അഹ്ലുകാരായി എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരെയും സഹായിച്ചുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതെ ആർക്കും സിഹിർ വെക്കാതെ അങ്ങനെയൊക്കെ അല്ലെ. ഇതിനിടക്കൊരു ഇസ്മുന്റെ ആളടുത്തേക്ക് പോയപ്പോ അയാൾ ചെല്ലിയല്ല അത് സ്ട്രോങ് ഉണ്ട് അതിനെ ബാത്തിലാക്കണമെങ്കിൽ 2 ഗ്രാമിന്റെ തകിട് വേണോ ബംഗാറിന്റെ ആ ഉസ്താദിന് ഞാൻ അപ്പ വേറെ ചെല്ലി അയാൾക്ക് ഭാര്യ പ്രോബ്ലമിൽ ഇരിക്കണം ഉസ്താദ് എന്ന്. കാരണം 2 ഗ്രാമിന്റെ പൊന്നിട്ടിട്ടല്ല സിഹിർ ബാത്തിലാക്കണമെങ്കിൽ ചില ആൾ കൊടുക്കുകയും കൊടുക്കുന്നു. ഇതിനിടക്ക് ഒരാൾ ചെല്ലി അകവിത്തിട്ട് സിഹിർ ബാത്തിലാക്കിയത് ഞാൻ പറഞ്ഞു മോനാത്തി വലിയ ബോള സുബാരും അകവിത്തിട്ട് ബോള അല്ലെ അകവിത്തിട്ട് സിഹിർ ബാത്തിലാക്കിയത്. അപ്പൊ ചില ആൾക്ക് അങ്ങനെ ഉണ്ട്. ചില ആൾ എന്തെല്ലാം ചോദിച്ചു ഇതിനിടക്ക് എന്റെ തൊട്ടം വന്നിട്ട് കേട്ട ഞാൻ എന്തേന്ന് കേട്ടാനോട് എന്തില്ല ഇഞ്ഞ നെഞ്ഞു മുമ്പളവിടെ കൂടെ ഹൗത്തിന്റെ അവിടെ നെഞ്ഞു മുമ്പളാണ്. അപ്പൊ ഞാൻ അപ്പഴേ വിചാരിച്ചു ഇയാൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ. പിന്നെന്താ അവിടെ പിന്നെ ഇഞ്ഞെല്ലാം മുമ്പളാണ്. അപ്പൊ ഫസ്റ്റ് പിന്നെ ഇഞ്ഞല്ല മുട്ട് മുമ്പള ഇഞ്ഞെല്ലാം മുമ്പളാണ്. അപ്പൊ ഞാൻ ബേസത്ര ബേസത്തി ഞാൻ ചെല്ലി ഇപ്പൊ നങ്ങകേ മുമ്പള ഇപ്പൊ നിങ്ങൾ എത്ര ബേസായിട്ടില്ല എല്ലാവർക്കും നമ്പലുണ്ട്. അല്ലാതെ അങ്ങനെ സിഹിറിൽ മാത്രം പണ്ടേതാ അങ്ങനെ ആൾക്കാർക്കല്ല പേടി. അങ്ങനെ ഈ 75 വയസ്സിൽ അയാൾ എണിച്ചോണ്ട് പോന്റെ കുതിരത്ത് അല്ലെ നമ്മൾ ആ വയസ്സാകുമ്പോ അഡ്രസ് ഇരിക്കുക അത്ര ഉള്ളത് ഖൈർ അൽഹംദുലില്ലാ. നെഞ്ഞു മുമ്പള ഗ്യാസ്ട്രിക് അത് ഇതെല്ലാം സർവ്വസാമാന്യ. ഈ നില പോയി സിഹിർ ബാത്തിലാക്കൊന്നും വേണ്ട. പക്ഷെ മര്യാദക്ക് തിന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് നഞ്ചി നരക്കൽ അളക്കിയെങ്കിൽ കുറെ ഗ്യാസ്ട്രിക് എല്ലാം ഇതൊക്കെ പോകും അല്ലെ. പക്ഷെ കറക്റ്റ് ആക്കിയാൽ അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഉമ്മിനിങ്ങളെ അങ്ങനെ കണ്ണേറെ ഹക്കാണ് സിഹിർ ഉള്ളതാണൊക്കെ ശരിയാ. പക്ഷെ അതിന്റെ പേരിൽ നമ്മളാരും വേണ്ടാത്തരങ്ങളിൽ ഇടപെട്ടു പോകരുത്. ചീത്താർപ്പാടുകൾ ചെയ്തു പോകരുത്. ആരെയും ആക്രമിച്ചു പോകരുത്. ആരെയും ഉപദ്രവിച്ചു പോകരുത്. ഇനിയോ എല്ലാരും ആട്ടം വെച്ചാലും എല്ലാരും ഒരുമിച്ച് കൂടിയാ ഉപദ്രവം ചെയ്യാൻ കഴിയോ? ഇല്ല ഇല്ല അല്ലാഹു നിനക്ക് കണക്കാക്കിയതല്ലാതെ ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. അള്ളാഹു കണക്കാക്കിയതല്ലാത്തൊരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ എല്ലാരും ബേജാറ് അണ്ട് വിക്കട ബംഗാറ് ഇപ്പൊ വിത്രേങ്ക് അല്ലേ. ഇപ്പൊ എല്ലാവരുടെ ഡയലോഗ് അത് അണ്ട് വിക്കടത് ഇപ്പൊ വിത്രേങ്ക് ഇപ്പൊ ഒരാൾ ചെല്ലി അതാ മുഞ്ഞാണ്ട് ജാസ്തി ഇന്നപ്പോ വിത്തരെങ്കി ഇപ്പൊ എടുക്കാൻ അങ്ങനെ എന്തെല്ലാം അണ്ട് മച്ചിടെങ്ക് ഇപ്പൊ കബറിലായിട്ട് അല്ലെ അഡ്രസ് ഇരിക്കട്ടെ. അങ്ങനെയൊന്നുമില്ല. അള്ളാഹു കതറാക്കിയതേ കിട്ടാൻ പോകുന്നുള്ളൂ. അള്ളാഹ് കതറാക്കിയ പൈസ അള്ളാഹു കതറാക്കിയ ബംഗാറ് അല്ലെ. ഇപ്പൊ യാറ ഫാമിലിന്റെ ഉള്ളിൽ ഈ ബംഗാറിന്റെ വിഷയത്തിലുള്ള ഗലാട്ടന്നെ ജാസ്തി. ഞാൻ അണ്ട് ചെന്നിട്ട് വിക്കണ്ടാണ്ട് നിങ്ങൾ വിത്താറ് നിങ്ങൾ എന്താക്കിയാറ് നിങ്ങൾ എല്ലാ വിത്തര് തീർത്താറ്. അപ്പൊ എത്തം ചില ആൾ എല്ലാ വിക്കൊണ്ട് പക്ഷെ നിന്റെ വിക്കോണി അല്ലെ അത് മാത്രം ബാക്കിയായിട്ട് ഏതു ആകട്ടെ. അങ്ങനെ ഏതിലും നമ്മൾ ഗലാട്ടയാക്കണ്ട. അപ്പ പണ്ട് അബ്ബക്ക് കോട്ടികെട്ടല്ല ആസ്തിയിൽത്ത് അയാൾ 3/4 കൊടുത്തില്ല ഉസ്താദ്. അപ്പൊ 3/4 അത്ര അതിന്റെ വിലയുള്ളത് അയാൾക്ക് ബാക്കി വെച്ചിരെങ്ക് ഇത് അബ്ബനെ പറയുന്നത്. എന്നിട്ട് അബ്ബ എല്ലാം സ്വത്തല വിത്തിട്ട് പോയി നീ അയാൾ ആണുമോ വിറ്റിട്ട് ജോലിയാക്കിയോ അങ്ങനെ ആക്കോറ എല്ലാവരും കുറെ എല്ലാം വെക്കണ്ട ഒരു പ്രയോജനം ഇല്ല. മക്ക വേണമെങ്കിൽ അധ്വാനിച്ചിട്ട് ആക്കിയോട്ടു. നമ്മളുടെ സദക്ക കൊടുക്കി ഉസ്താദന്മാർക്ക് കൊടുക്കി മുത്താലിമിയെ കൊടുക്കി ദർഗാക്ക് പള്ളിക്ക് പാവങ്ങൾക്ക് എല്ലാം കൊടുക്കി. അള്ളാഹു ബറക്കത്താക്കട്ടെ. ഞമ്മ ആക്കിയനെ കൊടുത്തിട്ട് പോയെങ്കിൽ ഓനാണ് ആണുമോ. ഇത് എല്ലാം വെച്ചിട്ട് തിന്നാട് അവളൊക്കെ പിന്നെ അവൾക്ക് ഇതെല്ലാം ഇട്ടിട്ട് തേങ്ങ ഇട്ട് ചുറ്റി തിന്നിട്ട് സജ്ജിക ചെന്നിട്ട് അവള് തിന്നിട്ടെല്ലാം ജീവിച്ചിട്ട് ലാസ്റ്റ് എന്തില്ല മരിക്കുമ്പോ വരും മക്ക സംസമും തേനെല്ലാം എടുത്തോണ്ട് വിത്തവും കാരണം പോയ കൊസി ഏത് ഓരോരുത്തർക്ക് അങ്ങനെ ആശ ദ്വാരക്കഞ്ചലി അവസ്ഥ മുറാദ് ആസിലാവൻ പൈസ എന്ത് മുറാദ് നേട്ടോനുണ്ട്. ഞാൻ മോൻ ചെല്ലാം മുറാദ് ബേര ചെന്നില്ല ഫസ്റ്റ് ലാസ്റ്റ് ചെല്ലി ആ ബേരന്നില്ല അബ്ബ മൗത്താവും അവന്റെ മുറാദ്. അപ്പൊ എന്തെന്ന് കേട്ടപ്പോ അയാൾക്ക് എക്കര കട്ടല ജാഗയുണ്ട്. അയാൾ വലിയ ബുദ്ധിവന്ത. അവ കേട്ടോ ആര് ജാഗ കേട്ടാൻ കൊടുക്കുന്നില്ല. അയാൾ ചെന്ന നാണ് മരിക്കാണ്ട് നാണ് തന്റെ ഖബറിൽ വെക്കാണ്ട് ഒറിഞ്ച് ജാഗ കിട്ടില്ല. അയാൾ ഉറപ്പിച്ചല്ലേ അയാൾക്കൊന്നും ഇതെല്ലാം
കൊടുത്ത് ചവിട്ടി ഭർത്താക്കിടാറുണ്ട് മക്ക. അയാള് വലിയ വലിയ ബുദ്ധിവന്ത. നാണ് മരിക്കാണ്ട് എന്തില്ല. ഇപ്പൊ മക്ക സലാത്തുക്ക് പൈസ കൊടുക്കുന്നു. എന്തിന്റെ അപ്പ മരിക്കട്ട് മച്ചന് ജാഗ കിട്ടുമല്ല, വേറെന്താ? ഈ മക്കൾക്ക് നയിച്ചിട്ട് ജാഗ എടുക്കുകത്തില്ല. അങ്ങനെ ഞാൻ കണ്ട സദക്ക കൊടുത്തോളി, നല്ലോണം നന്മ ചെയ്തോളി, ആർക്കും ബാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ലോകമുണ്ട്. ഏതുമാകട്ടെ മുഅ്മിനേ, എല്ലാവരെയും സഹായിക്കുക, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു സഹാബി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, വയല് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സഹാബികൾ സദസ്സിൽ വയൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആരാണ് കടന്നു വരുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസംഗം നിർത്തിയപ്പോ ഞാൻ നിർത്തിയില്ലല്ലോ, സാബി നിർത്തിയാൽ അറിയിക്കുന്ന പാതിയിൽ വെച്ച് ഞാൻ നിർത്തിയിട്ടില്ല. അപ്പൊ അതൊന്നും സമയമുണ്ട്. പണ്ടെല്ലാം അങ്ങനെ ഉണ്ടായി. സൈക്കിൾ ചവിട്ടിയോണ്ട് വരുമ്പോ ഉസ്താദ് നിങ്ങൾ സൈക്കിളിനെ ഗണ്ടിക്കെതിരെ ഒരു പാച്ചൽ ഒരു ഓട്ട പിന്നെ കാണണ എങ്കിൽ ഉസ്താദല്ല പോയിട്ട് അപ്പുറം. പിന്നെ മദ്രസത്തെ പുസ്തകം കേൾക്കൊണ്ട് സൈക്കിൾ പേടിച്ചിട്ട് മൂത്രവിദ്യ മക്കളുണ്ടാ പേടിച്ചിട്ട്. ഇപ്പമാ 6ാം ക്ലാസ്സിൽ ഉസ്താദ് ചെല്ലല മക്കളോടും പഠിച്ചിട്ട് പൊടിയാക്ക കൊണ്ടുവന്നു. അപ്പൊ ഒരു പെണ്ണു മോളും ജയിലൊക്കെ പോ തീരെ അടിക്കോറും. അത്ര ഭാര്യ പെർഫെക്റ്റ്. എങ്ങനെ അല്ലേ? ഇപ്പൊ മക്കളെ മദ്രസിന്റെ മക്കളെ സ്കൂട്ടി അല്ല, അങ്ങനത്തെ തപ്പൊന്നും അല്ല ചെല്ലേ. ബഹുമാന റെസ്പെക്ട് എല്ലാം കുറഞ്ഞോണ്ട് പോവാണ്. ആ പ്രസംഗിക്കുന്ന സ്വഹാബി വരിയൻ പ്രസംഗം നിർത്തി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോളി, ആ സദസ്സിൽ പോയി ഇരുന്നു കാരുണ്യത്തിന്റെ കടൽ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. എങ്ങനെ സ്വഹാബി പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ സദസ്സിൽ പോയി ലോകത്തിന്റെ നേതാവ് പ്രസംഗം കേൾക്കാനിരുന്നു. ആ ഹബീബിന്റെ മനസ്സിന്റെ വിശാലത എത്രയാണ് എന്നിട്ട് ആ പ്രസംഗത്തിന്റെ മഹത്വവും പറഞ്ഞു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെയാണ് നമ്മള് എല്ലാവർക്കും. പിന്നെ ആരെങ്കിലും ഒരാൾ പ്രസംഗിച്ച മുത്താലിം സ്പീച്ച് ആക്കുമ്പോ സ്പീച്ച് എല്ലാം ആക്കിയെങ്കിൽ പറയും നിക്കെന്തല്ല സരി അണ്ണാക്ക് മറിയില്ലേ, ഓൻ പഠിച്ചോ പിന്നെ നിപ്പിച്ച് കണ്ണാക്ക് മറിയില്ല, ഇത് ഒഴിവാട്ടാവല്ല. പ്രസംഗിച്ചിട്ടല്ല ആകുമ്പോ നല്ല ചൊല്ലണം, ഭാര്യ സൂപ്പർ സ്പീച്ചവാ. അങ്ങനെ ചൊല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കളവൊന്നുമല്ലത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവിന്റെ അങ്ങേയറ്റമാണ്. പെണ്ണുങ്ങളെ ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് എതിർ നിൽക്കുമ്പോ ഹസ്ബൻഡ് ചെല്ലണം, യാ ഇത് നീനേമാ ഞാൻ വിചാരിച്ചത് അജ്ജുമ്മ വന്നേ കബൂറിന്. അല്ലേ? അങ്ങനെ ചെല്ലിയിരുന്നാ ഇല്ല പോവും. എന്ത് ചെല്ലണോ? ഇങ്ങനെ നിങ്ങൾ എപ്പം കോർന്ന ചെല്ലു നോക്കറു മടിക്കോള മറക്കില്ല. അങ്ങനെയാണ് അത്. പെണ്ണിന്റെ മനസ്സങ്ങനെയാണ്. ഡ്രസ് ഇട്ടിട്ട് പെണ്ണുങ്ങളെ വന്നിട്ട് വർഷമുണ്ടല്ലോ പോകുണ്ട പറയപ്പെടാം. ഇനി പറയാൻ കമന്റ് ഇടും ഉസ്താദ് ഔത്തിലായിട്ട് ഇക്കൊണ്ടോ. എനിക്ക് ഇതെല്ലാം ഈ പഞ്ചായത്തിക്ക് അവിടെ പോയോടെ വന്നോടെല്ലാം വിഷയം കിട്ടുന്നത് പറയല്ല. എല്ലാം എന്റെ ഔത്തിലാന്ന് എന്നെ ചേർന്നല്ല. ഔത്തിൽ നോക്കാൻ ടൈം പുറത്തു ഇല്ല. അതെങ്ങനെ ഔത്തിൽ അങ്ങനെ അതിനായിട്ട് കണ്ട മദ്യം നമുക്ക് അറിയില്ല. നമുക്ക് അത്ര ടൈം ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളു. ചാവ് പോയിട്ട് സുബൈ കഞ്ചി ഇതെല്ലാം നോക്കൂ, ടൈം ഉണ്ടാ. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അവരെല്ലാം അടുത്ത് വല്ല നിൽക്കുമ്പോ യബാ ഡ്രസ്സാ മാഷാ അല്ലാഹ് ഇതിന്റെ കണ്ടിക്ക് മങ്ങിലായിട്ട് ആറ് ചൊല്ലല്ലേ മതി. 2 തിങ്കൾ ഫുള്ള് റീചാർജ് നെറ്റ് എന്തും വേണ്ട സെറ്റ്. അങ്ങനെ നാളെ സുബൈക്ക് ചെല്ലണ്ട, ഒരു 4 ബുട്ടിട്ടല്ല ചെല്ലിങ് മതി. ഇപ്പൊ ഉറുസല തീന്നിട്ട് ഒരു പല ഡ്രസ്സ് നിൽക്കുക. അത് ആ ഡ്രസ്സിനെ പോലെ ഏത് പിടിക്കില്ല നെല്ലിങ്ങായി. അപ്പൊ പെരുന്നാൾ ചിലപ്പോ ഡ്രസ്സ് ലാഭമാകുമയ്യോ അങ്ങനെ ചെല്ലിങ്. അതെല്ലാം നോക്കി ചില ഇക്കുമത്തിൽ പോയെങ്കായി പിന്നെന്താക്കുന്ന കാശില്ലെങ്കിലും നാവ് നല്ല ചളാക്ക് വേണം. കാശില്ലെങ്കോ ബംഗാറില്ലെങ്കോ നാവ് സപ്പായി ഉണ്ടെങ്കിൽ സമ ഫുള്ള് സീത. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങൾ അങ്ങനെയായിരുന്നു. കൂട്ടാൻ കറിയില്ല നബിയേ, സുർക്ക മാത്രം വിനിഗർ മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തൊരു നല്ല കൂട്ടാനാണ് അൽ ഖല്ല് സുർക്ക, എന്തൊരു നല്ല കൂട്ടാനാണ് മുഹമ്മദ് മുസ്തഫ. റൊട്ടിക്ക് കൂട്ടാൻ വിനിഗർ വിനിഗർ അല്ലേ, അത് മാത്രമുള്ളൂ, വേറെന്തു കറിയില്ല. ഞമ്മെന്ത് പറയും? തന്റെ ചണീനൊക്കെ എപ്പോ ഇങ്ങനെ ആറാക്കിരമാണോണ്ടല്ലോ, ആ ബ്രോക്കർ ഉണ്ടല്ലേ ഉണ്ടല്ലേ. മരിക്കുന്നതിന് മുന്നെന്തോ ആശ ഉണ്ടാന്ന് കേട്ടാലോ, ഉപ്പ അബ്ബാട് മക്ക മരിക്കാൻ കിടന്നിട്ടുള്ളൂ. അപ്പൊ ശല്യല്ല, അവർ ബ്രോക്കർ ഒത്തുള്ള ഓണ്ട വിളിച്ചവർ എന്റെ അടുത്തേക്ക്
അപ്പൊ എന്നിനി ഓണ്ണെ കളത്ത് പിടിച്ചിട്ടേ പോന്നെ ഞാൻ ലാസ്റ്റ് പോകുമ്പോ പത്തര പക ആണുക്കുണ്ടാന്ന് പെണ്ണുക്കുണ്ടാന്ന് ചില പെണ്ണും ചൊല്ലും ഞങ്ങളായാൽ ഡോൾവിയാക്കി ഓൺ അത് ചൊന്നര ഇത് ചൊന്നരേ ഇപ്പൊ പിന്നെ പാലക്കാരിലെ ചെന്നുസ്തതി എന്നീ കളവ് ചൊന്നില്ലെങ്കിൽ കണ്ടലുള്ള അവിടെ ഉള്ള എന്നല്ല ചൊല്ല പിന്നെ എന്താക്കും എല്ലാം എഡിറ്റാക്കി ജിബിനിൽ ഇതിലിട്ടിട്ട് ചാറ്റ് ജിബിറ്റിലെല്ലാം ഇട്ട് എഡിറ്റാക്കി എടുക്കുന്നത് അല്ല ഫോട്ടോ അല്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതാണെങ്കിലും നല്ലത് പറയുക, ആളുകളെ സന്തോഷിപ്പിക്കുക. നിന്നെ കൊണ്ട് ഒരാൾ കൊശിപ്പെട്ടു പോയാൽ അള്ളാഹു നിന്നെ കൊശിപ്പെടുത്തുമെന്നാണ്. ആളുകൾക്ക് സന്തോഷമുണ്ടാകുന്ന കണ്ണുകൊള്ളുന്ന കാര്യം പറയരുത്, കണ്ണുകൊള്ളിക്കരുത്. കണ്ണേറെ ഹക്കാണ്, നാവേറെ ഹക്കാണ്. ആരെപ്പറ്റി ഒന്നും നോക്കുന്ന സമയത്ത് പോലും ഒരു നല്ല നല്ല വീട് നോക്കുമ്പോ നമ്മൾ സ്വന്തമായിട്ടാകുമ്പോ മാഷാ അല്ലാഹ്, മറ്റുള്ളവരുടേതാകുമ്പോ തബാറക്കല്ലാ. എങ്ങനെയോ ആകട്ടെ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ സ്വന്തമായി ചൊല്ലിയാൽ നമ്മുടെ എല്ലാ നിഅമത്തുകളും അല്ലാഹു നിലനിർത്തുന്നു. ആഫിയത്ത് നിലനിൽക്കുന്നു, വീട് നിലനിൽക്കുന്നു, കാറ് കിട്ടുന്നു. എല്ലാ നിഅമത്തുകളും ഊരിപ്പോകാതെ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചെറിയ ചില അമലുകൾ ഭയങ്കരം പ്രതിഫലമാണ്. ബാങ്ക് കേൾക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇത് കേൾക്കുന്ന നേരത്ത് സയ്യിദുൽ ബക്കർ റളിയല്ലാഹു അൻഹു ഇമാം ഹരീരി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുകയാണ്, മർഹബൻ ബിൽ ഖായിലി അദ്ലാ മർഹബൻ ബിസ്സലാത്തി അഹ്ലാ എന്ന ദിക്ർ ചൊല്ലിയാൽ 50 ലക്ഷം നന്മകളാണ്. ഒരു ബാങ്ക് കേൾക്കുമ്പോൾ ഈ ചെറിയ ദിക്ർ ചൊല്ലിയാൽ 50 ലക്ഷം പ്രതിഫലമാണ്. 1 കോടി ചെറുദോഷങ്ങൾ പൊറുക്കുകയാണ്. 1 കോടി ദറജകൾ, സ്ഥാനങ്ങൾ, പോസ്റ്റുകൾ അല്ലാഹു സ്വർഗത്തിൽ കൂട്ടുകയാണ്. എങ്ങനെ? ബാങ്ക് കൊടുക്കുമ്പോ ഒരു ചെറിയ ദിക്ർ, ഈ ദിക്ർ കൊണ്ട് വലിയ കോടികൾ പ്രതിഫലമാണ്, നന്മകളാണ്, സന്തോഷങ്ങളാണ്. അതുകൊണ്ട് പൊന്നുമുഅ്മിനീങ്ങളെ, നന്മകൾ ചൊല്ലുക, പറയുക, നാവ് നല്ല രൂപത്തിലാവുക, ഉമ്മയോട് ഉപ്പയോട് കാരുണ്യവും സ്നേഹവും ഉള്ളവരാവുക, അവരുടെ ഹയാത്ത് കാലത്ത് അവരെ കരയിപ്പിക്കാതിരിക്കുക. പിന്നെ ഉമ്മാരോടും ഉപ്പാരോടും പറയുന്നു, പല പഞ്ചായത്തുകളുടെ വേദിയിലും പല വയതിൽ പോയിടത്തും മക്കളുടെ പരാതിയുണ്ട്. ഉസ്താദേ